അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. മുഖത്തൊരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. ഇപ്പൊ ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച്. പൊന്നുമോളെ, സത്യം ശിവന്റെ നടയില് നിങ്ങള് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അത്ര ഇനിയുള്ള അന്വേഷണത്തിനും അവര് സഹകരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്ത് വരട്ടെ. പിന്നെ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്.